നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു വെർച്വൽ ടോക്ക് സീരീസ് നടത്തുവാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ പാവനാത്മ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രത്യേകം നന്ദി. എന്നെ ഈ സംഭാഷണ പരമ്പരയിൽ സംസാരിക്കുവാൻ ക്ഷണിച്ചതിന് അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മലയാള സിനിമയും സാഹിത്യവും എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. പ്രത്യേകിച്ച് മലയാള സിനിമ 100 വയസ്സ് തികയ്ക്കാൻ പോവുകയാണ് അടുത്ത ഒരു 7 വർഷത്തിൽ. 1928 വിഗതകുമാരിൽ നിന്ന് തുടങ്ങി ബാലനിലൂടെ സംസാരിച്ചു തുടങ്ങി നീലക്കുയിലൂടെയും ചെമ്മീനിലൂടെയും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് 80കളിലെ ഒരു വസന്തകാലത്ത്, മലയാള സിനിമയുടെ വസന്തകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50കളിൽ ഒരു 10ഓളം സിനിമയും 60കളിൽ ഒരു 25ഓളം സിനിമയും 70കളിൽ ഒരു 10-75ഓളം സിനിമയും ആയി 80കളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു വർഷം 120 സിനിമയും 2000 തിയേറ്ററും ഒക്കെയായി ഇന്ത്യയിലെ 4ാമത്തെ വലിയ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ മാറുമ്പോൾ ആ വളർച്ചയുടെ പുറകിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് സാഹിത്യവും സാഹിത്യകാരന്മാരും നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ മലയാള സിനിമയിൽ ആദ്യം നിർമ്മിച്ച ചിത്രം സൂഫി പറഞ്ഞ കഥ, അതൊരു സാഹിത്യത്തിൽ നിന്നുള്ള ഒരു അഡാപ്റ്റേഷനായിരുന്നു. KP രാമനുണ്ണിയുടെ അതേ പേരിലുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ചിത്രം. ഞാനും തമ്പി ആന്റണിയും കൂടെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയനന്ദനാണ് സംവിധാനം ചെയ്തത്. മലയാള സിനിമയിൽ സാഹിത്യത്തിൽ നിന്നുള്ള അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സാഹിത്യവുമായിട്ടുള്ള ഒരു ബന്ധം അന്യം നിന്നു പോയ ഒരു കാലത്താണ് നമ്മൾ ആ ചിത്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിനുശേഷം ഒരുപാട് സാഹിത്യകൃതികൾ വീണ്ടും സിനിമയാകാനുള്ള ആ ട്രെൻഡ് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാം. കാരണം പാലേരി മാണിക്യം, അതിന് തൊട്ടടുത്ത് തന്നെ പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകം എന്നുള്ള ചിത്രവും, ബഷീറിൻ്റെ ബാല്യകാലസഖി, ഇപ്പോൾ ആടുജീവിതം, അങ്ങനെ ഒരുപാട് സിനിമകൾ, ചെറുകഥകൾ, ആറുണ്ണിയുടെ വാങ്ക്, ആറുണ്ണിയുടെ തന്നെ ഒഴി ദിവസത്തെ കളി, അങ്ങനെ ഒരുപാട് സാഹിത്യകൃതികൾ, ചെറുകഥകളും നോവലുകളും സിനിമയാവുന്ന ഒരു ട്രെൻഡ് വീണ്ടും മലയാളത്തിൽ തുടങ്ങി വെക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്ന് പറയാം. 3ാമത്തെ സിനിമയാണ് ഇവൻ മേഘരൂപൻ. ഇവൻ മേഘരൂപനും അതുപോലെ തന്നെ സാഹിത്യവുമായിട്ട് ബന്ധമുള്ള ഒരു സിനിമയാണ്. ഒരു കവിയുടെ ജീവചരിത്രം, വളരെ മലയാളത്തിൽ അങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് ലോക സിനിമകളിൽ ഒരുപാട് നമുക്കത് കാണാൻ പറ്റുമെങ്കിലും മലയാളത്തിൽ പൊതുവെ അങ്ങനെ വിരളമാണ് അത്തരം അറ്റംപ്റ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല കവിയുടെ കാൽപ്പാടുകൾ ഒരുപാട് മലയാളികൾ വായിച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളും സാഹിത്യവുമായിട്ട് ബന്ധമുള്ള ചിത്രങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും വെല്ലുവിളികളും സാധ്യതകളും ഒക്കെയുള്ള ചിത്രങ്ങളായിരുന്നു. അതിൻ്റെ നിർമ്മാണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സിനിമയ്ക്ക് സാഹിത്യത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടാവുന്നത് നല്ലതാണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ സംഭാഷണ പരമ്പരയിൽ തന്നെ കുറേ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വെല്ലുവിളികളും അതിൻ്റെ ആവശ്യമില്ലായ്മയും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എത്രയോ കാലം ജോലി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൃതി ഒരു സിനിമയുടെ തുടക്കമായി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പലപ്പോഴും വലിയൊരു വാല്യൂ ആയിരിക്കും. കാരണം ആ ഒരു ജേണി പുതിയ തുടങ്ങുന്നതല്ല, അതൊരു ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നാണ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത് എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. ഒരു സാഹിത്യകൃതി സിനിമയാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൃതിയെപ്പറ്റി ഒരു സെറ്റ് പെർസെപ്ഷൻ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടാവും, അത് വായിച്ചുള്ള വായനക്കാരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മൾ ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ കമ്പയർ ചെയ്യുക. അത് പൊരുത്തപ്പെടാതിരുന്നു കഴിഞ്ഞാൽ വായനക്കാരൻ അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വർക്കിനെ അതിനോട് നീതി പുലർത്തിയില്ല എന്ന് ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സിനിമ സംവിധായകനും
ആ സാഹിത്യകൃതിയെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ കർത്താവും തമ്മിൽ പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മയും വിവാദങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയം നല്ലൊരു സിനിമയായിരുന്നു. ഒരു സിനിമ എന്ന രീതിയിൽ സക്കറിയയുടെ കഥ വളരെ നല്ല, ഭാസ്കര പട്ടേലരും തുമ്മി എന്നുള്ള കഥ വളരെ ഭംഗിയുള്ളൊരു കഥയാണ്, നന്നായിട്ട് ആൾക്കാർ ആസ്വദിച്ചൊരു കഥയാണ്. പക്ഷേ അവർ തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിനിമ ആക്കാൻ വേണ്ടി ഒരു കഥയെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ചില കാര്യങ്ങളിൽ സിനിമയിലുള്ള സാധ്യത അപാരമാണ്. എന്നാൽ വേറെ ചില കാര്യങ്ങളിൽ എഴുത്തിനാണ് സിനിമയേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പല പേജുകളിലായിട്ട് ഒരു നോവലിൽ ഒരു പ്രകൃതിയെ പറ്റിയോ ഒരു ആംബിയൻസിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണ്ടി വരും വായനക്കാരന് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു പാൻ ഷോട്ട് ഒരു ഫിലിമിൻ്റെ അകത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് ആ വിഷ്വൽസ് മതി ആ ഒരു ഫീല് പ്രേക്ഷകൻ്റെ മനസ്സിൽ ജനിപ്പിക്കാൻ ഒരു സിനിമയുടെ കാര്യത്തിൽ. ഒരു തവണ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന കൃതി, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഡിഷൻസ് ഡിബേറ്റബിളി, ആർഗ്യൂബിളി വന്നിട്ടുള്ളത് ആ കൃതിക്കാണെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് വായിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. ദസ്തോവ്സ്കിയുടെ ജീവിതത്തിന് ബേസ് ചെയ്തിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് റഷ്യൻ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ നോവല് ഒരു പ്രശ്നവുമില്ലാതെ, ലോജിക്കൽ ഇഷ്യൂ ഇല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ അതേ കഥ എടുത്തിട്ട് ഒരു മലയാള സിനിമയാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാലഞ്ചസ് വലുതായിരിക്കും. ഏത് ഭാഷയിൽ ഇവർ സംസാരിക്കും, ഏത് സ്ഥലത്ത് ഇവരെ നമ്മൾ പ്ലേസ് ചെയ്യും. ഇതാണ് ഞാൻ പറയുന്നത്. രണ്ട് മാധ്യമത്തിനും ചില കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയും ആ ഒരു വെല്ലുവിളിയും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ അഡാപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത് പല വിവർത്തനങ്ങളിലും വലിയൊരു പ്രശ്നമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ദസ്തോവ്സ്കിൻ്റെ ജീവിതം ചെയ്യുമ്പോൾ റഷ്യൻ ഭാഷ അവർ സംസാരിച്ചോട്ടെ, കാരണം നോവലിസ്റ്റ് നമ്മളോട് പറയുന്നത് മുഴുവൻ മലയാളത്തിലാണെങ്കിൽ അത് ഇറ്റ് ഈസ് ഓക്കെ. പലപ്പോഴും ആൾക്കാർ വന്നിട്ട് സിനിമയുടെ കഥ നറേറ്റ് ചെയ്യുമ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ പത്മകുമാറിൻ്റെ ഒറീസ എന്ന് പറയുന്ന ചിത്രത്തിൽ പകുതിയോളം കഥ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കഥ നടക്കുന്ന ഒറീസയിലാണ്. അപ്പം ആ കഥാപാത്രങ്ങൾ പറയുന്നതൊക്കെ ഒരു സാഹിത്യ രൂപത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ സിനിമയിലുള്ള നല്ലൊരു ശതമാനം സംഭാഷണം സബ്ടൈറ്റിലായിട്ട് മാറും. ഇതേ പ്രശ്നത്തിനെ പറ്റിയിട്ട് ഈ അടുത്ത് ബ്ലസ്സി സംസാരിച്ചിരുന്നു. കാരണം ബെന്യാമിൻ്റെ ആടുജീവിതം നടക്കുന്നത് ഒരു ഗൾഫ് രാജ്യത്ത് വെച്ചാണ്. അതിൻ്റെ അകത്തുള്ള പ്രൊട്ടഗണിസ്റ്റിൻ്റെ മനോവ്യാപാരങ്ങളാണ് നമുക്ക് നോവലായിട്ട് നമ്മൾ വായിക്കുന്നത്. സിനിമയിൽ അത്തരത്തിൽ പറ്റില്ല. കാരണം സിനിമയുടെ സാധ്യതകൾ ഉപയോഗിക്കാതെ ഒരു മോണോലോഗ് മാത്രമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു കൺസ്ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ ആ സിനിമ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതാണ്. പോരാത്തതിന് അറബി മാത്രം സംസാരിക്കുന്ന അർബാബ് സംസാരിക്കുമ്പോൾ, നോവലിലാണെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ട് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നോവലിസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കും നമുക്കും നടുവേ ആരുമില്ല ആ ഒരു ഇൻസ്റ്റൻറ്റിൽ. പിന്നെ നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോലോഗോ സബ്ടൈറ്റിലോ ഒക്കെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസിനെ വളരെയധികം കൺസ്ട്രെയിൻ ചെയ്യുന്ന ഘടകങ്ങളാണ്. മലയാള സിനിമ ആക്ച്വലി ആക്റ്റീവ് ആവുന്നത് 50s-ലാണ്. കാരണം 50s-ലാണ് നീലക്കുയിലും അതേപോലെ തന്നെ പിന്നെ 60s ചെമ്മീനും ഒക്കെ വരുന്നത്. 70s-ലാണ് ന്യൂ വേവ് സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, KG ജോർജ്, PN മേനോൻ, MT വാസുദേവൻ നായർ, പിന്നെ ജോൺ എബ്രഹാം, ഇവരൊക്കെ ആക്റ്റീവ് ആവുന്നത് ആ വർഷങ്ങളാണ്.
എയ്റ്റീസിലാണ് ഭരതൻ പത്മരാജൻ, കെ ജി ജോർജ്, ലെനിൻ രാജേന്ദ്രൻ, മോഹൻ തുടങ്ങിയ മധ്യവർത്തി സംവിധായകരും കൂടെ വരുന്നത്. 88-ലാണ് പിറവിയുമായിട്ട് ഷാജി എൻ കരുണും വരുന്നത്. അപ്പം ആ ഒരു സുവർണകാലം, ആദ്യ ഫസ്റ്റ് ഹാഫ്, അവിടെയാണ് സാഹിത്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സാഹിത്യം മാത്രമല്ല, സാഹിത്യകാരന്മാർ. അപ്പം മലയാള സിനിമയുടെ ഈ ഒരു ജേണി, ഒരു യാത്ര സാഹിത്യത്തിൻ്റെ ചുമലിലേറിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കാരണം 50 മുതൽ 90കളുടെ ആദ്യ വർഷങ്ങൾ വരെ അതായിരുന്നു മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം ഒരുപാട് എഴുത്തുകാർ തന്നെ സിനിമയിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാലമാണ്. പിന്നെ ഒരു 2 ദശാബ്ദ കാലത്തേക്ക് ഈ ഒരു ബന്ധം ഏകദേശം അന്യം നിന്നു എന്ന് തന്നെ പറയാം നമുക്ക്. 90 മുതൽ ഏകദേശം 2010 വരെയുള്ള ഒരു സമയത്ത് വളരെ ചുരുക്കം സാഹിത്യകൃതികളും സാഹിത്യകാരന്മാരും മാത്രമേ സിനിമയിൽ ഇടപെട്ടിട്ടുള്ളൂ. അതൊരു മലയാള സിനിമയുടെ ഒരു ശനിദശയായിരുന്നു ആ ഒരു കാലം. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇനി വരുന്ന കാലത്ത് ഇതുപോലെയുള്ള ഒരു ഡിസ്റപ്ഷൻ മലയാള സിനിമയിൽ ഒഴിവാക്കണമെങ്കിൽ, മലയാള സിനിമ വീണ്ടും 80കളിലെ ഒരു വസന്തകാലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് അവിടെയുള്ള പ്രശ്നങ്ങൾ. 90കളുടെ ആദ്യമാണ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ തുടങ്ങുന്നത്. ഒരുപാട് ഫണ്ടിങ്ങും അവൈലബിൾ ആവുകയും അതേപോലെ തന്നെ സ്പെക്ട്രം വളരെ ലിബറലായിട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിന് കൊടുക്കുകയൊക്കെ ചെയ്തതോട് കൂടിയിട്ട് ഒരുപാട് ടെലിവിഷൻ ചാനലുകൾ തുടങ്ങുകയും ഒരുപാട് കോമ്പറ്റീഷൻ വരികയും ചെയ്ത ഒരു സമയമാണ്. അതൊരു വലിയ ഡിസ്റപ്ഷനായിരുന്നു. അത് ലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു വലിയ ഡിസ്റപ്ഷനാണ്. ടെലിവിഷൻ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒഴിവ് സമയം അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത് എന്നുള്ളത് വലിയൊരു മാറ്റത്തിന് വഴി തെളിച്ച ഒരു സംഭവമാണത്. കാരണം ജനങ്ങൾ സിനിമ തിയേറ്ററിൽ പോയിരുന്നിട്ട് സന്തോഷിക്കുന്നതിന് അല്ലെങ്കിൽ വിനോദത്തിൽ ഏർപ്പെടുന്നതിന് പകരം സ്വന്തം വീട്ടുമുറിയിലിരുന്നിട്ട് കണ്ടൻസ് എൻജോയ് ചെയ്യുന്ന ഒരു ഷിഫ്റ്റ് അതിൽ നടക്കുന്നുണ്ട്. അതൊരു പ്രൈമറി റീസണാണ്. സെക്കൻഡറി പല റീസൺസും ഉണ്ട്. ഒന്ന്, ഈ ടെലിവിഷൻ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ടെലിവിഷൻ്റെ വരവ് സിനിമയുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഫോർമാറ്റിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ടെലിവിഷൻ ഒരുപാട് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്തതോട് കൂടിയിട്ട് സിനിമ ടെലിവിഷനിലൂടെ നൽകുക. അപ്പോൾ സിനിമ വളരെ പെട്ടെന്ന് തന്നെ ഡിജിറ്റലായിട്ട് മാറുക. കാരണം സിനിമാക്കാരുടെ ആ ക്വാളിറ്റി കോൺഷ്യസ്നെസ് അത് അനുവദിക്കുന്നില്ലെങ്കിലും ഈ ബിസിനസ് പരമായിട്ടുള്ള കാരണം കൊണ്ട് മൊത്തം ഡിസ്ട്രിബ്യൂഷൻ അടക്കം ഡിജിറ്റലായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഡിജിറ്റൈസേഷൻ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. കാരണം പൈറസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയി മാറുകയാണ്. ഡിജിറ്റൽ ഫോമിൽ ഒരു തവണ ഈ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തവണ എവിടെന്നെങ്കിലും വെച്ച് ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആർക്കും ഒരു ഫ്ലോപ്പിയിലോ ഒരു ഡിസ്കിലോ ഒരു DVD-യിലോ ഒരു കമ്പ്യൂട്ടറിലോ ഒരു റെക്കോർഡർ ഒരു പ്ലെയറിലോ വെച്ചിട്ട് അത് വ്യൂ ചെയ്യാനും എൻജോയ് ചെയ്യാനും ആർക്കും പറ്റും എന്നുള്ളൊരു സ്ഥിതി വരികയാണ്. അപ്പം പൈറസി വളരെ പെട്ടെന്ന് അങ്ങ് കൂടുകയാണ്. പിന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള തിയേറ്റർ ശൃംഖലകൾ ABC തിയേറ്ററുകളിൽ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഒരു വർഷത്തോളം എടുക്കുമായിരുന്നു ഒരു സിനിമ തിയേറ്ററുകളിലൊക്കെ റൺ ചെയ്തിട്ട് കളക്ഷൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും കാലം വെയിറ്റ് ചെയ്യാൻ ഈ പൈറസി പോസിബിലിറ്റിയും അതേപോലെ തന്നെ ടെലിവിഷൻ പോസിബിലിറ്റിയും വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സോ അപ്പോൾ അതിൻ്റെ ഒരു പിടിവലിയും കൂടെ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ടൻ്റായിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇതിന് രണ്ടിനും പരിഹാരമായിട്ട്, കാരണം ടെലിവിഷൻ വന്നപ്പോൾ തിയേറ്ററിൽ ആൾ കുറഞ്ഞു. കാരണം എല്ലാവർക്കും മറ്റ് വിനോദ ഉപാധികളും കൂടി ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ ആൾ കുറഞ്ഞു. ലോകം മുഴുവൻ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ തിയേറ്ററുകളുടെ വലിപ്പം കുറച്ചിട്ട് കുഞ്ഞു തിയേറ്ററുകൾ മൾട്ടിപ്ലക്സുകൾ നിർമ്മിക്കാൻ തുടങ്ങി. കാരണം അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു. ഒരു വലിയ തിയേറ്ററിൽ തന്നെ ചെറിയ ഹാളുകൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലാണ് അത് കൗണ്ടർ ചെയ്തത്. രണ്ടാമത് വൈഡ് റിലീസ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പൈറസിയെ വെട്ടിക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ
ടെലിവിഷന് കൊടുക്കാൻ കണ്ടൻറ്റ് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ തിയേറ്ററിലും ഒറ്റയടിക്ക് വൈഡ് റിലീസായിട്ട് സിനിമ കൊടുക്കുക എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ ഇവിടെയുള്ള അസോസിയേഷനുകളൊക്കെ കൂടിയിട്ട് ഇതിന് രണ്ടിനെയും കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള, കാരണം മൾട്ടിപ്ലക്സുകൾ വരാൻ സമ്മതിക്കില്ല. നമ്മൾ കുറച്ച് പേരാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്, അവരെ മാത്രമേ റിലീസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. മറ്റുള്ള തിയേറ്ററുകൾ വെയിറ്റ് ചെയ്യണം. ആ തിയേറ്റർ പൂട്ടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ 2000 തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 700 തിയേറ്ററായിട്ട് കേരളം മലയാള സിനിമ ചുരുങ്ങി ഈ പിടിവാശി കൊണ്ട്. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഇവിടെയുള്ള താരങ്ങൾക്കോ ഇവിടുത്തെ ആക്ടേഴ്സിനോ ഇവിടുത്തെ ഡയറക്ടേഴ്സിനോ ഇവിടുത്തെ ഗവൺമെൻറ്റിന് പോലും കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ചില കറക്ക് സംഘങ്ങളുടെ പിടിയിൽപ്പെട്ടുപോയ ഒരു പ്രശ്നമാണ് ഇത്. എന്തിനാണ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതെന്ന് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറൊരു മാറ്റം ടെലിവിഷൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TRP എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുവന്നു. ഒന്ന്, അവരുടെ ടെലിവിഷൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് വേണ്ടുന്ന കണ്ടൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന. കാരണം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകനാണ് ആ സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ ഫീഡ്ബാക്കാണ് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യമാണ് ഒരു സിനിമയുടെ വിജയത്തിന് തീരുമാനിക്കുന്നത്. ഇത് ടെലിവിഷൻ വന്നതോടുകൂടി കൂടിയിട്ട് ആ സിനിമ, ടെലിവിഷന് വേണ്ടി ഒരു സിനിമ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൽ വലിയൊരു പ്രാധാന്യം വരികയാണ്. കാരണം അത് സെൻട്രലൈസ് ആവുകയാണ് പ്രേക്ഷകൻ്റെ താല്പര്യം. അതിന് പുറമെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള TRP എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി അവർ ഉപയോഗിക്കുകയാണ്. അത് തീരുമാനിക്കുകയാണ്. അത് 20-30% ആൾക്കാർ ടെലിവിഷൻ്റെ മുമ്പിൽ എപ്പോഴും വന്ന് കുത്തിയിരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ അവരുടെ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ബാക്കി എല്ലാവരുടെയും മേലെയും ആ താല്പര്യം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനും പുറമെ ഈ കുറച്ച് വ്യക്തികളുടെ കയ്യിലേക്ക് ഏത് തരം കണ്ടൻറ്റാണ് വേണ്ടത്, ആൾക്കാർ കാണേണ്ടത് എന്നുള്ള ഒരു തീരുമാനം അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതോട് കൂടിയിട്ട് കറപ്ഷനും സ്വജനപക്ഷപാതവും മുഴുവൻ അതിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് മലയാളത്തിൽ അതുവരെ ഒരു താരം അല്ലെങ്കിൽ താരാധിപത്യം എന്ന് പറയുന്ന വാക്ക് പോലും നമ്മൾ കേൾക്കാതിരുന്ന മലയാളത്തിൽ ഇത്തരം മാനിപ്പുലേഷൻസ് സാധ്യമാവുകയും വളരെ ശക്തമായിട്ടുള്ള മോണോലിത്തിക്കായിട്ടുള്ള മോണോപ്പൊളിസ്റ്റിക്കായിട്ടുള്ള ഒരു താരസംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന താരങ്ങളും നമ്മളുടെ സിനിമകളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. നേരത്തെയൊക്കെ ഒരു സാഹിത്യവും സാഹിത്യകൃതികളും സാഹിത്യകാരന്മാരും സംവിധായകരും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മലയാള സിനിമ കേവലം അഭിനേതാക്കളുടെ കയ്യിലേക്ക് ചുരുങ്ങുകയും അവർ തീരുമാനിക്കുന്ന പ്രമേയങ്ങളും അവർക്ക് മനസ്സിലാവുന്ന, അവർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻസിബിലിറ്റിയും മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തതോടുകൂടിയിട്ട് സാഹിത്യം മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഈ സ്റ്റാർഡം ഒരു തവണ മലയാള സിനിമയിൽ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും അവരുടെ ഇൻഫ്ലുവൻസ് ഉറപ്പാക്കി ഫാൻ ക്ലബ്ബുകൾ രൂപീകരിച്ചു. മലയാളത്തിൽ അതിൽ വരുന്ന MGRനെ പറ്റിയോ അല്ലെങ്കിൽ ശിവാജി ഗണേശനെ പറ്റിയോ അല്ലെങ്കിൽ രാജ്കുമാറിനെ പറ്റിയും ഹിന്ദിയിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ കളിയാക്കി നടന്നിരുന്ന ഒരു കാലത്ത് അതിന് ശേഷം മലയാളത്തിൽ കട്ടൗട്ടുകൾ വരികയും അതിൻ്റെ അകത്ത് പാലഭിഷേകം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ സിനിമകൾ കൂവിത്തോപ്പിക്കുക, സ്വന്തം സിനിമകളെ ആദ്യ ദിവസം നല്ല കളക്ഷൻ കൊണ്ടുവരിക, നാച്ചുറലായിട്ടുള്ള അഭിപ്രായം വരുന്നത് തടയുക എന്നുള്ളതൊക്കെ അവർക്ക് അതിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മീഡിയയിലുള്ള അപാരമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, കാരണം 80കളിലുണ്ടായിരുന്ന ആ ഒരു വസന്തകാലത്തിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ താരങ്ങളായി മാറിയിട്ടുള്ള ആക്ടേഴ്സ്. അവരത് ശരിക്കും ഈ 90കളുടെ തകർച്ച കാലത്ത് മലയാള സിനിമയുടെ മേലെ ഉള്ള ഈ ക്ലച്ചസ്, ഇത്രയും ദൃഢമായിട്ടുള്ള ഈ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റി. അവരുടെ പേരിൽ തന്നെ സിനിമാ മാഗസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു. അത്ര ആ എക്സ്റ്റെൻഡ് വരെ അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്ത്. ഗവൺമെൻറ് പോലും ടെലിവിഷൻ ചാനലുകളും അവരുടെ ഏജൻസിനും അവർക്ക് നല്ല സിനിമ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.
പ്രത്യേകിച്ച് പല ചാനലിൻ്റെയും ബ്ലാക്ക് മണി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂവി പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതേ തരത്തിലുള്ള കറപ്ഷനാണ് ചാനലിൻ്റെ വക്താക്കളായി ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ മറ്റുള്ള ഒരു കൊമോഡിറ്റിയെ പോലെയല്ല സിനിമ ഏത് സിനിമയാണ് നല്ലത്, അതിന് ഏത് സിനിമയ്ക്ക് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് സിനിമ റിലീസാവുന്നതിന് മുമ്പ് തീരുമാനിക്കണമെങ്കിൽ അവർക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഫോമുല ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെയുള്ളൊരു ഫോമുലയാണ് പല ചാനലുകളും ഉണ്ടാക്കുന്നത്. ഇന്ന താരത്തിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ്. അതിനത് ചെറിയ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അവർ വില വിവര പട്ടിക അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഏത് സംവിധായകൻ ഉണ്ടാക്കുന്ന സിനിമയാണ്, ഏത് തരം കണ്ടൻ്റാണ് എന്നുള്ളതൊന്നും നോക്കാതെ ഏത് അഭിനേതാവ് അഭിനയിക്കുന്ന ചിത്രമാണെന്ന് മാത്രം നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത് മലയാള സിനിമയുടെ മെറിറ്റോക്രസി തകർത്തു എന്ന് പറയാം നമുക്ക്. നമ്മുടെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾ കാരണം മെറിറ്റോക്രസി ഒരു തവണ തകർന്നു കഴിഞ്ഞാൽ, കാരണം പിന്നെ തിയേറ്ററിൽ ആൾ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ചാനൽ ഇത്ര രൂപ തരും, അതിൻ്റെ അകത്ത് എനിക്ക് ഇത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നമുക്ക് പിന്നെ പ്രേക്ഷകനോടൊരു പ്രതിബദ്ധതയില്ല, നമ്മൾ ചെയ്യുന്ന കലയോട് പ്രതിബദ്ധതയില്ല, കംപ്ലീറ്റ് മെറിറ്റോക്രസി ഇല്ലാതാവുകയാണ്. അങ്ങനെ ഇല്ലാത്ത സമയത്താണ് പണ്ട് പി കെ റോസിയെ ഓടിച്ചു വിട്ട നമ്മുടെ ആ ജാതിബോധം, അതുപോലെയുള്ള വൃത്തികേടുകൾ വീണ്ടും മലയാള സിനിമയിലേക്ക് കയറി വരുന്നത്. തിലകനെ എത്രയോ കാലം സിനിമയിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ അഭിനേതാക്കളുടെ ഉപജാപക സംഘം, അവരെ താരങ്ങളൊക്കെ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ആ ഉപജാപക സംഘം കാസ്റ്റീസ്റ്റ് ആയിട്ടുള്ള, മിസോജിനിക് ആയിട്ടുള്ള, നമുക്കറിയാം പി കെ റോസി ഓടിപ്പോയത് മാത്രമല്ല, മലയാളത്തിൽ 4 നടിമാരാണ് 3-4 ദശകത്തിൽ ആത്മഹത്യ ചെയ്തത്. അവരുടെ പേരൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, പക്ഷെ നമുക്കൊക്കെ അറിയാം നടിമാർ മാത്രം അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ആലോചിക്കുകയും ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് WCC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകേണ്ടി വരികയും തങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നത്, അതിലുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അത് ഈ പറഞ്ഞ മെറിറ്റോക്രസി പോയിട്ടുള്ള താരങ്ങളുടെ സംഘടനയായ AMMAയുടെ കയ്യിൽ മലയാള സിനിമ ഒതുങ്ങിപ്പോയ ഒരു കാലത്തിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ്. സിനിമയുടെ നേച്ചർ തന്നെ, കാരണം മിമിക്രി ഒരു സംവിധായകനല്ല ഏതുതരം സിനിമ ഉണ്ടാക്കണം തീരുമാനിക്കുന്നത്, ഒരു സാഹിത്യകൃതി അല്ല ഏതായിരിക്കണം ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തീരുമാനിക്കുന്നത്. കുറച്ചൊരു പോപ്പുലാരിറ്റി ഉള്ള ഒരു അഭിനേതാവാണ് ഈ സിനിമയാണ് ഇവിടെ ഓടാൻ പോകുന്നത്, ഇത്തരം സിനിമകളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം മിമിക്രി സ്വഭാവമുള്ള കഥകളും അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ സ്വഭാവമുള്ള കഥകളും ആണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവുന്നത്. പലപ്പോഴും 40-50 വയസ്സുള്ള ഒരു നായകൻ കോളേജ് കുമാരനായിട്ട് അഭിനയിക്കുകയും 17 വയസ്സുള്ള നായികയുമായിട്ട് അവർ പെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷനിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു 10-20 വർഷം സാഹിത്യകൃതികൾ സിനിമയായിട്ടില്ലെങ്കിൽ, അഥവാ അങ്ങനെയുള്ള അറ്റംപ്റ്റ്സ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇവൻ മേഘരൻ രൂപൻ എന്ന് പറയുന്ന ചിത്രം ചെയ്യുന്നതിന് മുമ്പ് ഞാനുമായിട്ട് സഹകരിച്ചിട്ട് ബാലേട്ടൻ ആ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ബാലേട്ടൻ ഒരുപാട് താരങ്ങളെടുത്താൽ പോയി കഥ പറയുകയും വളരെ നന്നായിട്ടുണ്ടെന്ന് അവരുടെ അഭിപ്രായം കേൾക്കുകയും പിന്നെ അവരുടെ മാനേജേഴ്സുമായിട്ട് സംസാരിച്ചത് ചെയ്യുക എന്നുള്ള ഒരു ബിസിനസ് ലെവലിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതൊരിക്കലും പറ്റില്ല എന്ന് ബാലേട്ടൻ മനസ്സിലാവുകയും ചെയ്തത് എൻ്റെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളതിനെപ്പറ്റി സംസാരിക്കുക, ആ സിനിമ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശനിദശയുടെ കാലത്ത് നിന്ന് മലയാള സിനിമ പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സമയത്ത് കണ്ടൻറ്റ് മാത്രമല്ല, ഏതൊരു ടാലൻറ്റിന് പോലും സിനിമയിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള IV ശശി ആയാലും അല്ലെങ്കിൽ KG ജോർജ് ആയാലും ഒരുപാട് പേർക്ക് വളരെ കൈപ്പേറിയ അനുഭവമാണ് പിന്നീടുള്ള കാലം സമ്മാനിച്ചത്. താരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ലാങ്ങും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേഷഭൂഷാദികളും ഒക്കെ വെച്ച് അവരെ അട്രാക്റ്റ് ചെയ്ത് അവരെ വീഴ്ത്തി അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പടം ചെയ്യുന്ന പുതിയ
ഡയറക്ടേഴ്സാണ് കൂടുതലും രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറി വരുന്നു. ആ മാറി വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൈസേഷൻ സാധ്യമാക്കിയിട്ടുള്ള ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും 2003 ആകുമ്പോൾ 2000-ൻ്റെ ആദ്യ ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും മലയാള സിനിമയുടെ വർഷത്തിൽ ഉണ്ടാകുന്ന സിനിമകളുടെ എണ്ണം 50-ഓളമായിട്ട് ചുരുങ്ങുകയും മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളെക്കാളും കൂടുതൽ ഷക്കീല ചിത്രങ്ങൾ മലയാളത്തിൽ തിയേറ്ററുകളിൽ ഓടുന്ന ഒരു സ്ഥിതി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഹാസ് ബീൻ ദ നാദിർ ഓഫ് മലയാളം സിനിമ. ഇതിനകത്ത് അസോസിയേഷനുകളുടെ ഒരു പങ്ക്, കാരണം താര അസോസിയേഷനുകളുടെ പിണിയാളുകളായിട്ട് നിന്നിട്ടാണ് മറ്റ് അസോസിയേഷൻ, കാരണം താരങ്ങൾ മറ്റ് അസോസിയേഷനുകളുടെ ആർട്ടിസ്റ്റുകളുടെയും ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഒക്കെ അസോസിയേഷനുകളെ കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും പിന്നീട് ഒരു 2010 ആകുമ്പോഴത്തേക്കും ഫൈനലി ഈ മൾട്ടിപ്ലക്സുകൾ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വൈഡർ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള പല അസോസിയേഷനുകളുടെയും താരങ്ങളുമായിട്ടുള്ള ഈ ഒരു സഹകരണത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാനും അത് നടപ്പിലാക്കാനും പറ്റിയത്. അത് മറികടന്നുകൊണ്ട് വൈഡ് റിലീസ് സാധ്യമാകാൻ തുടങ്ങുകയും പുതിയ മൾട്ടിപ്ലക്സുകൾ, ഇപ്പോഴും മൾട്ടിപ്ലക്സുകൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1 മില്യണിന് 2-3 മൾട്ടിപ്ലക്സ് ആണുള്ളത്. കാരണം നമ്മളൊരു 35 മില്യൺ ആൾക്കാരാണ്. സോ ഇന്ത്യയിലാണെങ്കിൽ അത് ഏകദേശം 6 ഉണ്ട്. കാരണം കേരളം ഇന്ത്യയുടെ പിറകിലാവുന്ന ചില ഇൻഡെക്സ്, വളരെ ചുരുക്കം ഇൻഡെക്സുകളിൽ ഒന്ന് ഇതാണ്. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അത് മില്യണിൽ 100 ആണ്. അപ്പം ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. നേരത്തെ മലയാളത്തിലുണ്ടായിരിക്കുന്ന 2000 തിയേറ്ററുകളുടെ എണ്ണത്തിൻ്റെ അടുത്ത് പോലും ഇപ്പോഴും എത്തിയിട്ടില്ല. 1000-ൽ പരം തിയേറ്ററുകൾ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. പക്ഷേ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, ട്രെൻഡ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഈ താര ഹൈറാർക്കിയെ തീരെ പരിഗണിക്കാതെ പുതിയ കണ്ടൻറ്റുമായിട്ട്, പുതിയ ആക്ടേഴ്സും പുതിയ സെറ്റ് ഓഫ് ടെക്നീഷ്യൻസും ഒക്കെ ആയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ആ ഒരു തുടക്കമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കറേജിയസ് ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള അറ്റംപ്റ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആടുജീവിതം സിനിമയാവുന്നുണ്ട്. രണ്ടാമൂഴത്തിൻ്റെ ഡിസ്കഷൻ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ VKPയുടെ മകൾ കാവ്യപ്രകാശ് ചെയ്യുന്ന വാങ്ക്, അങ്ങനെ ഒരുപാട് സാഹിത്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വീണ്ടും മലയാളത്തിൽ സജീവമാകാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ സൊസൈറ്റി, ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ അവാർഡുകൾ, ഇവിടുത്തെ ഫെസ്റ്റിവലുകൾ, ഇവിടുത്തെ സബ്സിഡികൾ, കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഈ അപജയം ഉണ്ടാവുകയും ഇപ്പോൾ പതുക്കെ അതിൻ്റെ അകത്ത് പുറത്തു വരാൻ നമ്മൾ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അതേ സമയത്ത് 90s തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മേ ബി 2000 മുതൽ 2004 മറാഠിയിൽ ശ്വാസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. അന്ന് മുതൽ നേരത്തെ ഒരു ദശാബ്ദത്തിൽ ഒരു സിനിമയും, പിന്നെ ഓരോ വർഷം ഒരു സിനിമയും ഒക്കെ ആയിട്ട് ഒതുങ്ങി നിന്നിരുന്ന മറാഠി സിനിമ ഇന്ന് ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട എല്ലാ ഫെസ്റ്റിവലിലും ഒരു സ്ഥിരം പ്രസൻസായി മാറിയിട്ടുള്ള, നാഷണൽ അവാർഡിലും ഇന്ത്യൻ പനോരമയിലും വളരെ സ്ട്രോങ് പ്രസൻസുള്ള, 100-ലധികം സിനിമ നിർമ്മിക്കുന്ന, എക്കണോമിക്കലി വളരെ വയബിൾ, മലയാളത്തിനേക്കാളും കൂടുതൽ വയബിളായിട്ട് നിൽക്കുന്ന, ഒരേ സമയം റെക്കഗ്നിഷൻസും ജനസമ്മതിയും നേടുന്ന ചിത്രങ്ങളുടെ ഒരു സിനിമ ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സിനിമ നേരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ടും നമ്മൾ തന്നെ നമ്മൾക്ക് നമ്മുടെ സിനിമയുടെ മേലെ ചെയ്തിരിക്കുന്ന ഒരു അതിക്രമമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടക്കം ഗ്ലോബലൈസേഷനും ടെലിവിഷൻ്റെ കടന്നുവരവും ഡിജിറ്റലൈസേഷനും ഒക്കെയാണ്. പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം വളരെ മോശമായ രീതിയിലും, വളരെ വൈകിയ രീതിയിലും, വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലും ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ ഗവൺമെൻറ് ഇപ്പം 100 തിയേറ്ററുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം
നിർമ്മിക്കുന്ന ചിത്രങ്ങളും അത് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തിയേറ്ററുകളും തമ്മിലുള്ള റേഷ്യോ ഏറ്റവും മോശം സ്ഥിതിയിലെത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ കേരളത്തിൽ. കാരണം 170 അതിലും കൂടുതലൊക്കെ ഒരു വർഷം സിനിമകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ഒരു 10-200 മൾട്ടിപ്ലക്സുകളിൽ കൂടുതൽ കേരളത്തിലില്ല. അപ്പം കേരള ഗവൺമെൻറ് നിർമ്മിക്കുന്ന ഈ 100 തിയേറ്ററുകൾ അതൊരു വലിയൊരു സ്റ്റിമുലസ് ആയിരിക്കും. അതൊരു വലിയൊരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഗവൺമെൻറ്റിന് മലയാള സിനിമയ്ക്ക് ടാക്സ് ഇല്ലാതെ കുറേ വർഷത്തേക്ക് റൺ ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. മലയാള സിനിമകൾ അറ്റ്ലീസ്റ്റ് ഒരു 10 സിനിമകൾക്ക് എല്ലാ വർഷവും സബ്സിഡി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സ്റ്റിമുലസ് നൽകിയിട്ട് മലയാള സിനിമയെ ശക്തമായിട്ട് 80കളുടെ ഒരു ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് സൊസൈറ്റി എന്ന നിലയിലും ഗവൺമെൻറ് എന്ന നിലയിലും നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ സാഹിത്യവും സിനിമയും തമ്മിലുള്ള ആ ശക്തമായ കൊടുക്കൽ വാങ്ങലുകൾ വീണ്ടും തിരിച്ചു വരികയും അത് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ തന്നെ ഒന്നുകൂടെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലേക്ക് വരികയും ചെയ്യുള്ളൂ. അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരട്ടെ എന്ന് ആശംസിക്കുന്നു.